ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാനിതാ വന്നത് മുട്ടയും പഴവും വെച്ചിട്ട് നല്ല കിടിലം വെറൈറ്റി റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും. മക്കളൊക്കെ സ്കൂളിൽ വരുമ്പോഴേക്കോ അല്ലെങ്കിൽ വൈകുന്നേരത്തെ ചായക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഈ ഒരു കിടില റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 2 കോഴിമുട്ടയും 3 കായ് റോബസ്റ്റ് പഴവും എടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും. പഴം ആദ്യം തന്നെ ഇതുപോലെ തൊലിയൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ഒരു പാത്രത്തേക്ക് ഇട്ടിട്ട് 2 മുട്ട ഒടിച്ച് വയ്ക്കുന്നുണ്ട്. ഇനി ഒരു സ്പൂണ് വെച്ചിട്ടോ തവി വെച്ചിട്ടോ ഇതുപോലെ ഇങ്ങോട്ട് ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കുകയാണ് കേട്ടോ. വെറും 10 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു റെസിപ്പി എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് ഉടച്ച് കൊടുത്തതിന് ശേഷം ഒരു തവി ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നത്. ഗോതമ്പ് പൊടി നിങ്ങളെ കയ്യിലില്ലെങ്കിൽ മൈദപ്പൊടി ഇട്ട് കൊടുക്കും ചെയ്യാം കേട്ടോ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ. ഇനി ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം പോരായിട്ട് 1/4 ഗ്ലാസ് പാലും കൂടി ഞാനിതാ ഒഴിച്ച് കൊടുത്തത്. പാൽ നിങ്ങളെ കയ്യിലില്ലെങ്കിൽ ഒരു മുട്ടയും കൂടി ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. നമുക്ക് എത്രയും പൊടി ഫുൾ അങ്ങോട്ട് നനീന അത്രയും നമ്മൾ പാൽ ഒഴിച്ച് കൊടുക്കുക. ഏകദേശം 1/4 ഗ്ലാസ് മാത്രമാണ് ഒഴിച്ച് കൊടുത്തത്. ഇനി ഇതുപോലെ നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ ഒരു 3 ശർക്കര ഇതുപോലെ കുത്തി പൊട്ടിച്ചിട്ട് ഞാനൊരു ലൈൻ ഉണ്ടാക്കി എടുക്കുകയാണ്. ഒരുപാട് വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. കുറച്ച് വെള്ളം ചേർത്താൽ മതി. നമ്മൾ നേരത്തെ ഒരു മിസ്സാക്കിയതാണല്ലോ. അപ്പോൾ വെള്ളത്തിൻ്റെ ഒരുപാട് ആവശ്യമൊന്നുമില്ല. അപ്പോൾ 1/4 ഗ്ലാസിൻ്റെ അടുത്ത് വെള്ളം മതി കേട്ടോ. ഇനി ഇതുപോലെ ലൈൻ ഉണ്ടാക്കി എടുത്തതിന് ശേഷം ഏകദേശം ഒരു 3/4 ഭാഗമൊക്കെ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിന്. അങ്ങനെ ഈ ഒരു മിക്സിൻ്റെ ജാർ എടുത്തതിന് അതിക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിഞ്ഞല്ലോ ആ ഒരു മാവ് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു സമയത്ത് നമ്മളെ ലൈന് ചൂടൊക്കെ ഏകദേശം അറിയണം കേട്ടോ. അതും കൂടി ഞാനിതാ ഇതിലേക്ക് അരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3-4 ഏലക്കായും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ശർക്കര നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഈ ഒരാൾ നമുക്ക് അത്ര മധുരം വേണതിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കും ചെയ്യാം കേട്ടോ. ഞാനിതാ ശർക്കരയാണ് എടുത്തത്. അങ്ങനെ ഏലക്കായ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു തവി വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ജസ്റ്റ് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി ഒരു അങ്ങോട്ട് കറക്കിയെടുത്താൽ മതി. നല്ലോണം അങ്ങോട്ട് അരിയേണ്ടെന്ന് ആവശ്യമില്ല കേട്ടോ. ചെറുതായിട്ട് ആ പഴമൊക്കെ അതിൽ നിന്ന് വിചാരിച്ചത് ഒരു കുഴപ്പമില്ലേ. ചെറിയ പഴം വെച്ചിട്ട് നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ഇതിന് മുന്നേ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇനി ഒന്നങ്ങോട്ട് കറക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തേക്ക് ഒഴിച്ച് കൊടുത്തതിന് ഇനി നന്നായിട്ട് ഞാനിങ്ങോട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒരു നുള്ളു ഉപ്പ് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ളു ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ അതും കൂടി കുറച്ച് മതി കേട്ടോ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയെടുക്കുന്നത്. മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴേക്കോ അല്ലെങ്കിൽ വൈകുന്നേരത്തെ ചായക്കൊക്കെ എന്താ ഉണ്ടാക്കുക എന്നുണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ പഴമൊക്കെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്തോളൂ. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഒരു 1.5 സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് ഇളക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കണ്ടില്ല, അടിപൊളിയാണ്, ടേസ്റ്റുള്ള നല്ല റെസിപ്പിയാണ്. ഇനി ഞാനിതാ കുക്കർക്കാട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിന് വേണ്ടിയിട്ടൊരു കുക്കർ എടുത്തിരുന്നത്. ഈ മാവ് ഫുൾ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്നങ്ങോട്ട് തട്ടി കൊടുക്കുക കേട്ടോ. അങ്ങനെ ഈ ഒരു സമയത്ത് നിങ്ങളെ കയ്യിൽ നെക്സുകൾ ഉണ്ടെങ്കിൽ ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അടിയിലൊക്കെ കടിക്കണം എന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഞാനെന്തായാലും ഒന്നിട്ട് കൊടുക്കണില്ലേ. ഇതുപോലെ നന്നായിട്ട് തട്ടിയെടുത്തതിന് ശേഷം കുക്കറിൻ്റെ വിസിൽ ഊരി വെക്കണേ. അങ്ങനെ വിസിൽ ഊരി വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം ഗ്യാസിൽ വെക്കാൻ പോവുകയാണ്. 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പഴയൊരു പാൻ അടിയിലിങ്ങനെ വെച്ചിട്ട് അതിന് മുകളിലായിട്ട് കുക്കർ കയറ്റി വെച്ചേക്കാണ് കേട്ടോ. അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ സാധ്യത ഉണ്ട്. അങ്ങോട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഈ 10 മിനിറ്റോളം നമ്മൾ ഇങ്ങനെ കാത്തിരിക്കാൻ. അപ്പം തന്നെ നമ്മൾ ഈ ഒരു കിടിലം റെസിപ്പി റെഡിയാവേ. ഒരുപാട് ടൈമൊന്നും വേണ്ട. വെറും 10 മിനിറ്റോളം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അങ്ങനെ 10 മിനിറ്റിന് ശേഷം നമ്മൾ ഈ ഒരു നല്ല സ്പോഞ്ചുള്ള കേക്ക് തന്നെ നമുക്ക് ഉണ്ടാക്കി കിട്ടീനെ. കണ്ടില്ലേ, ഇതിന് വെന്തിണ നോക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ടോ ഈ ഒരു ഈർക്കിളി വെച്ചിട്ടോ നമ്മൾ ഒട്ടിപ്പിടിക്കണില്ല എന്ന് കണ്ടാൽ ഈ ഒരു റെസിപ്പി ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം കേട്ടോ. ചൂടാറിയതിന് ശേഷം നമ്മൾ ഈ ഒരു കിടിലം റെസിപ്പി റെഡിയാണ്.
അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കി നോക്കേണ്ട, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനിതാ നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ചൂട് കുറച്ചുണ്ട്, അപ്പോൾ ചൂടൊന്ന് ആറിയിട്ട് കട്ട് ചെയ്യുക എന്നുള്ള തീരുമാനമാണ് കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ പൊടിഞ്ഞു പോവേ. അങ്ങനെ ഇതാ പിന്നെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ കൂട്ടുകാർ കാണണ്ടേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികൾ നമ്മൾ ചാനലിലുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാം. അതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.